ഇന്ന് ചെടികളുടെ അരികത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ ചെടികളൊക്കെ ഇലച്ചെടികളൊക്കെ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഒക്കെ നോക്കിയപ്പോൾ നമ്മൾക്ക് ഈ ചട്ടിയിലേ അടീനിയം കുറച്ച് അമ്മ തന്ന അടീനിയമാണ് ഇത് ഇവിടെ നട്ട് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ വണ്ണം വെച്ച് അപ്പോൾ ഞാനിത് ഒന്ന് മാറ്റാമെന്ന് കുറച്ച് ദിവസം ഇരിക്കണത്. അപ്പോൾ ഇത് കുഴിയുള്ള ചട്ടിയിലോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടെ കുറച്ച് നമ്മുടെ കറി വെച്ചിരുന്ന ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ചേട്ടൻ ഹോളിട്ട് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ചട്ടി കിട്ടി. ഇതൊരു വിധം വലുപ്പമുണ്ട് ഇട്ടാ. ഇതിന് ഹോളൊന്നുമില്ല, നല്ല ചട്ടിയാണ്. അവിടുത്തെ കൊച്ചമ്മ ഇങ്ങനെ പൊട്ടിയിരിക്കണ അകം പൊളിഞ്ഞോന്ന കാരണം എനിക്ക് തന്നതാണ്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചെടി നടുന്ന ആളാണല്ലോ, തന്നെ തന്നാണ്. അപ്പം ഇനി ചേട്ടനോട് ഇതിന് ഹോളിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഹോളിടാനുള്ള ഒരുക്കത്തിലാണ്. ഹോളിടാൻ പോകുന്നത് അപ്പോൾ എന്തെന്നാണ് അടീനിയോ നടാനുള്ള മൺചട്ടി കിട്ടിയത് ഹോളിടാൻ പോവുകയാണ്. അപ്പോൾ വലിയ ഇതാവുമല്ലോ. അത് ഹോളിട്ടോ ഡ്രില്ലൊക്കെ എടുത്ത് ബിറ്റൊക്കെ ഫിറ്റ് ചെയ്യും. എനിക്കറിയില്ലട്ടാ, ചേട്ടൻ പറഞ്ഞു തന്നെ എനിക്ക് കാണിച്ചു കൊടുത്താണ്. എന്നിട്ട് ഈ സൈഡിൽ അതിന് കീ എടുത്തിട്ട് മുറുക്ക് ടൈറ്റ് ചെയ്യും. അങ്ങനെയല്ലേ? ടൈറ്റാ വേണ്ട. ഇപ്പറോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചേട്ടൻ പറഞ്ഞു എന്നോട് ചെയ്യാൻ പറഞ്ഞു, ചെയ്ത് പഠിക്കാൻ പറഞ്ഞാൽ മുറിക്കാൻ. ഇനി അത് ഹോൾ സെൻറ്ററിൽ ആദ്യം ഒരു ഹോൾ ഇടും ചട്ടിയിടാം. അധികം പേരം കൊടുക്കണ്ടല്ലോ, മൺചട്ടിയാണ്. നേരെ പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടമർത്തണ്ടേ? അമർത്തും കുറച്ചും കൂടി അമർത്ത്. അമർത്തല്ല, അതാണ് തുളയാത്ത. ടൈം വേണ്ട. മണ്ണിൽ വെച്ച് കളിക്കുകയാണെങ്കിൽ പോവില്ല. അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണേ. ഇത്തിരി ഹാർഡ്നെസ് ഉണ്ട് അതിന്. തുളച്ചോ. അപ്പോൾ അതെല്ലാം തുടങ്ങി. ഇത് ഇവിടെ പിന്നെ വരച്ചിട്ട് അപ്പോൾ എല്ലാം ആൾ തന്നെയാണ് തുളക്കണം. ഒറ്റയ്ക്ക് തന്നെയാണ് തുളക്കണത്. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ, ആൾക്കാരെ ചെയ്യണമെന്ന് പറഞ്ഞു. പെയിൻ്റ് അടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതെ. ഇത് ഞാൻ അറിഞ്ഞില്ല. വൈറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണി? വൈറ്റ് അടിച്ചിട്ട് യെല്ലോ അടിക്കാന്നോർത്ത്. ഇതിൻ്റെ പുറമെ യെല്ലോ അടിക്കുക അല്ലേ? അന്ന് അങ്ങനെ ചട്ടിക്ക് അതും വൈറ്റിൻ്റെ പുറത്തല്ലേ യെല്ലോ അടിച്ച്. അപ്പോഴാ യെല്ലോ കളർ കിട്ടുള്ളൂ അല്ലേ? ഇത് ഹാങ്ങിങ്ങിന് പറ്റിയാണല്ലോ അല്ലേ? പിന്നെ ഇങ്ങനത്തെ ചട്ടികളൊന്നും ഉപകാരത്തിലാവുകയും ചെയ്യുമല്ലോ. ശരിയാണ്. നമ്മൾ മൺചട്ടി ആണെങ്കിലും വെറുതെ പാഴാവണല്ലോ അപ്പം. ഉപയോഗശൂന്യം ആവണല്ലോ ഒന്നും പറയുകയാണെങ്കിൽ അല്ലേ? കൊള്ളാം. അപ്പം ഇനിയും ഇതടിച്ചിട്ട് മഞ്ഞടിക്കും. ചട്ടിയുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 3 എണ്ണം അല്പം വലിപ്പമുണ്ടല്ലേ? ഇത് വലുതല്ലേ? ഇതും വലുതാണ്, ഇതും വലുതാണ്. അപ്പോൾ ഇതിലൊക്കെ അടീനിയം നടാൻ തന്നെയാണോ? ഇതിലും കുഴപ്പമില്ല അല്ലേ? ഇതിന് ചിന്നലുണ്ട്. ഇതൊരു പണി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടാം അല്ലേ? അത് ഹാങ്ങിങ്ങിന് ഇടാം. ഹാങ്ങിങ്ങിന് ഇടാം. കളയണ്ട. അപ്പോൾ അടീനിയം നടാനുള്ള പരിപാടിയിലാണ് ആൾ. മണ്ണൊക്കെ കുഴച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണം അല്ലേ? ഇതിൽ വളം ചേർത്തല്ലേ? വളത്തിന് മറ്റേ കിച്ചൺ വേസ്റ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ചെമ്മീന മറ്റേ മത്സ്യഫെഡിൻ്റെ വളം ഉണ്ടല്ലോ, അതും കൂടി ചേർക്കാം അല്ലേ? അപ്പോൾ ആ കിച്ചൺ വേസ്റ്റ് എടുക്കണ്ടേ?
അതിൻ്റെ വളം എടുക്കാമല്ലേ? അടുക്കള വേസ്റ്റിൻ്റെ കമ്പോസ്റ്റിൻ്റെ മൂന്നാമത്തെ വെച്ച് എപ്പോഴും നമ്മൾ രണ്ടാമത്തെ നിറയുമ്പോൾ വേസ്റ്റ് എടുക്കാറുണ്ടല്ലേ. അപ്പോൾ അല്ല, ഇത് മൂന്നാമത്തേൽ തന്നെ ഇപ്പോൾ മുക്കാൽ ഭാഗമായി. ഇപ്പോൾ അടിയിലെ ഏറ്റവും അടിയിലെ ഇതില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എടുക്കാം, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടൊന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ. ഇതാദ്യം ഇറക്കി വെക്കട്ടെ. ഏറ്റവും അടിയിലായിട്ടുണ്ട് കേട്ടാ. ഇതിപ്പോൾ ഒരു ദിവസം ഡ്രൈ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കെടുക്കാം. നമുക്ക് ചെടി എന്ന് പറഞ്ഞ നേരത്ത് പെട്ടെന്നൊരു വളവില്ലാണ്ടാവുമ്പോഴാണ് ഇതിൻ്റെ അത്യാവശ്യം മനസ്സിലാവണത്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഈ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ തീർന്നിരിക്കണായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ വീഡിയോയിലൊക്കെ കാണുന്നതും ഈ കമ്പോസ്റ്റിൻ്റെ വളവിട്ടാണ് ആൾക്കാർ അടീനിയം നടന്നത് ഞാൻ കണ്ടത്. ഞാൻ പിന്നെ എൻ്റേതായ രീതിയിലാണ് നടന്നത്. മുഴുവനും നമ്മൾ വീഡിയോയിലെ രീതിയിലോട്ട് എടുക്കില്ല, കുറേയൊക്കെ നമ്മുടേതായ രീതിയിൽ നടും. അടീനിയത്തിന് പ്രത്യേക പരിരക്ഷയൊന്നും വേണമെന്നില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ നട്ടാക്കുന്നത് വെറുതെ മണ്ണിലാണ്. അത് പക്ഷേ വലിയ പൂവുണ്ടായി എടുക്കുന്നുണ്ട്. അതിനൊരു വളവും ചെയ്തിട്ടില്ല. നല്ല വെയിലത്താണ് നിൽക്കണേന്ന് മാത്രം. ഇത് കണ്ട നന്നായിട്ട് പൊടിഞ്ഞിട്ട് അത് കണ്ട കൈ കൊണ്ട് എടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കണ്ടാ, നല്ല പൊടിയായി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ഈ കൊട്ടയിൽ ബക്കറ്റിലോട്ട് എടുക്കും. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. കിച്ചൺ വേസ്റ്റ് ഒന്നും കളയാത്ത ഇങ്ങനെ നമുക്ക് വളത്തിൻ്റെ ഉപയോഗം നടക്കല്ലേ. അതാണ്. പിന്നെ ഇനോക്കുല ഇടക്കിടക്ക് വാങ്ങിച്ചു വെക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇനോക്കുല ആൾ പോയി കൊണ്ടുവരും. അതാണ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലത്. പിന്നെ ഈ പുഴയിലോട്ട് നമുക്ക് കളയാനായിട്ട് വേസ്റ്റ് കളയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അതാരണമാണ് ഇങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം അതായിരുന്നു. ഇതൊക്കെ ഇതിലിതേ ഒരുവിധം കല്ലും കട്ടയൊക്കെ കുറേയൊക്കെ ഞാൻ പെറുക്കി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആൾ പെറുക്കുന്നുണ്ട്. അന്ന് ചെടികൾ നട്ടതിൻ്റെ ബാക്കി മണ്ണൊക്കെയും കുറച്ചിലുണ്ട് ഇതിൽ. ആ മണ്ണ് ബാക്കിയുള്ളത് കളഞ്ഞില്ല. ഈ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഇനി ഇതേ മുട്ടത്തോടിൻ്റെ പൊടി കുറച്ചും കൂടി ഇട്ടു. എന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടിയാണല്ലോ. അടിയനീയത്തിന് അധികം മണ്ണ് വേണ്ട എന്ന് വീഡിയോയിലൊക്കെ കാണിക്കണ്ടായിരുന്നു. അധികം 3 നടണുള്ളൂ. 3 നടാനുള്ള ചട്ടിയാണ് റെഡി ആയിട്ടുള്ളൂ. മത്സ്യവളം, മത്സ്യവെള്ളം, മത്സ്യഫെഡിൻ്റെ അല്ലേ അതിൻ്റെ. പിന്നെന്ത് കിച്ചൺ വേസ്റ്റിലെ വളം അത് പറയുന്നത്. ഈ കമ്പോസ്റ്റ് വളം വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൺ വേസ്റ്റിൽ വളം ഉണ്ടായത് നന്നായി. നമ്മൾ അതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ച് പൊടി പറക്കുന്നുണ്ട് എല്ലാം കൂടി ആയപ്പോഴല്ലേ. സംഗതി ഏതായാലും മണ്ണ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി ചട്ടിയിലോട്ട് ഇട്ടാൽ മതി. പിന്നെ താമര നട്ടിട്ട് ഇല വന്നിട്ടുണ്ട് കേട്ടോ. അതെ 2-3 ഇല വന്നായിട്ടുണ്ട്. 2-3 അല്ല, കുഞ്ഞു ഇലകളായിട്ട് വരുന്നുണ്ട്. അപ്പം മണ്ണ് മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആൾ നടാനുള്ള പരിപാടിയാണ്. നടയല്ലേ പ്രതി? അതിൽ ഇതാണ് മാറ്റി നടണം. ഇതിലെ മണ്ണേ വെള്ളം കൂടുതലാണുള്ള നനവ് കൂടുതലല്ലേ, അത് മാറ്റണല്ലേ. അപ്പോൾ ആ മണ്ണ് ഇടണ്ട, നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് മാത്രം ഇട്ടാൽ മതി. ഈ ചെടി ഇപ്പം കുറേ നാളെ ഇതിൽ വെച്ചാക്കുന്നത്. പക്ഷേ ഇത് ഇത്ര ഇതായി വന്നില്ല. മണ്ണ് നല്ലതല്ല, മണ്ണിൽ നനവ് കൂടുതലാണ്. അത്ര നനവ് വേണ്ട ഇതിന്. ഓടും കഷ്ണം ഇടണണ്ട അടിയിൽ, കുറച്ച് പോലും ഇട്ടാൽ മതിയല്ലേ ഓടും കഷ്ണം. മണ്ണ് കുറവ് മതി ഇതിന്. അങ്ങനെ 2-3 വർഷം വെച്ചാൽ മതി. ആ, ഒരുപാട് വെക്കണ്ട. ഇത് വലുതാവണനുസരിച്ച് ഈ ചട്ടി മാറ്റണ്ടേ. ഇപ്പോൾ തൽക്കാലം ഈ ചെറിയ അധികം വലിപ്പമുള്ള ചട്ടിയല്ല ഇത് വെക്കണത്. അപ്പോൾ ഇത് വളരണനുസരിച്ച് ഈ ചട്ടി മാറ്റാം അല്ലേ, വലിയ ചട്ടിയിലോട്ട് മാറ്റാം. ഇങ്ങനെ പരന്ന ചട്ടിയാണ് ഇതിന് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ വേര് വരുമ്പേ അത് വണ്ണത്തിൽ നിൽക്കുമല്ലോ. മറ്റേതൊക്കെ ഇത്തിരി ചെറുതാണല്ലോ ഇത്. പക്ഷേ ഇത് പോരാ, ഇതൊക്കെ മാറ്റാം. പക്ഷെ അപ്പോൾ തൈ എടുത്തിട്ടുണ്ട്. വലുത് ഇതിൽ വയ്ക്കി, ഇതിൽ വയ്ക്കി.
ഇതിൻ്റെ ബൾബ് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നടണത്. അങ്ങനെ അധികം താറ്റി വെക്കേണ്ടത്. അതിൻ്റെ വേര് മാത്രം മണ്ണിലോട്ട് ബൾബാണ് വീർത്ത് വരണം അവിടെ അല്ലേ? ഈ ബൾബ് വീർത്തു വന്നതെന്നാണ് പറയാം. അത് അധികം വലുതായിട്ടില്ലല്ലേ? വലുതായിട്ടില്ല. ഇത് പാകിയിട്ട് അധികമായിട്ടില്ല. പക്ഷേ വെയിലത്തിൽ കാരണം ഇത് വെറും ചാരലിലാണ് നിന്നിരുന്നത്. മണ്ണുണ്ടായില്ലേ? ചട്ടിയാണ് അത്ര പോരാ. നല്ല അത് മാറ്റാം, വലുതാവനുസരിച്ച് വലിയ ചട്ടിയിലോട്ട് മാറ്റാം. അപ്പോൾ 3 അടീനിയം റെഡി ആയിട്ടുണ്ട്. വെള്ളം തളിച്ചു കൊടുക്കാമല്ലോ. വെള്ളം തളിച്ചോ? വെള്ളം തളിച്ചാൽ മതി. പൊരി വെയിലത്ത് കൊണ്ട് വെക്കണത്. അപ്പോൾ കഴിഞ്ഞ അപ്പോൾ അടീനിയം നടൽ കഴിഞ്ഞു. അപ്പോൾ അടീനിയത്തിൻ്റെ പണികൾ കഴിഞ്ഞ് ഇനി കുറച്ച് പണികളുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ചെടിയെന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ലോകമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ പിന്നാലെ തന്നെ ഇരിക്കും. പിന്നെ പുറകെ പണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത് ഞാൻ നിർത്തിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.